ചേച്ചിക്ക് ഞാനൊരു ബാധ്യതയാവൂന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കുറെ ദിവസങ്ങളായി നീ എന്നോട് ഇതുതന്നെ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊന്ന് കരകയറാനാ ഞാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ നീ കൂടി എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ. ചേച്ചിക്കറിയാലോ എന്റെ ജീവിതം. ഇനി എന്നെ രക്ഷിക്കാൻ ആരുമില്ല. എനിക്ക് വേണ്ടി ചേച്ചിയും കുഴപ്പത്തിൽ പെടരുത്. ടീന, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, അതെനിക്ക് ഉറപ്പാ. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ടൊന്നും കാര്യമില്ല ചേച്ചി. പുറത്തിറങ്ങിയാൽ ക്രിസ്റ്റി എന്നെ കൊലപ്പെടുത്തും. അയാളുടെ എല്ലാ രഹസ്യങ്ങളും ഇപ്പോൾ എനിക്കറിയാമെന്ന് അയാൾക്കറിയാം. ഞാൻ ജീവിച്ചിരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാ. നീനയുടെ മരണത്തിന് പിന്നിലും ഈ ക്രിസ്റ്റി തന്നെയാ ഉള്ളത്. അയാളുടെ ലക്ഷ്യം പണം മാത്രമാണ്. നിങ്ങളുടെ മമ്മിയും അതിന് കൂട്ടുനിന്നു. മമ്മി ഒരിക്കലും ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ലല്ലോ. മമ്മിക്ക് പ്രിയപ്പെട്ടത് മമ്മിയുടെ ആദ്യ വിവാഹത്തിലെ മകളാണ്. അവൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കണമെന്ന ആഗ്രഹം മാത്രമേ എന്നും മമ്മിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എല്ലാ ശ്രമങ്ങളും അതിനു വേണ്ടിയിട്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങളുടെ ജീവിതം ശ്രദ്ധിക്കാനോ നേർവഴി കാട്ടിത്തരാനോ മമ്മി തയ്യാറായില്ല. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും നല്ലത് കാണിച്ചു തരാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. സ്വയം തിരഞ്ഞെടുക്കുന്ന വഴികൾ തന്നെയാ ജീവിതത്തിൽ നിർണായകമാവുക. ഇപ്പോ എല്ലാം എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചേച്ചി. ഒന്നും അവസാനമല്ല ടീന. വഴികളെല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്തുനിന്നാവും പുതിയൊരു യാത്ര തുടങ്ങുക. അങ്ങനെ ചിന്തിച്ചൂടെ? ധൈര്യമായിട്ടിരിക്കെ, ഞാനുണ്ട് നിന്റെ കൂടെ. എന്തായി മണിയണ്ട? ആർക്കും അറിയില്ലെന്നാ പറയുന്നത്. ആ മ്യൂസിയം ഭാഗത്ത് എവിടെയോളുണ്ട്, അതെനിക്ക് ഉറപ്പാ. ഈ രാത്രി ഇനി എവിടെ അന്വേഷിക്കാനാ? സ്നേഹയെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ടീനയുടെ കാര്യം അങ്ങനെയല്ല. ഹലോ, അതെ, നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? എനിക്കറിയില്ല. എന്നെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഞാനും അകത്താവോ? നീ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ മണിയണ്ട? ശരിയായ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഞാനും നീയും കൂടി ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. സാറെന്നെ കൈവിടരുത്, പ്രാരാബ്ധക്കാരനാ. പേടിക്കണ്ട, ആദ്യം ടീനെ കണ്ടുപിടിക്കുക. അവളെ കൈ കിട്ടിയാ ആ നിമിഷം തട്ടിക്കളഞ്ഞേക്ക്. ഓക്കെ സാർ.